Hi friends, good morning. It's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram welcomes you all. As you know, our channel is a positive channel. Always we are talking about positive matters and things. അതുകൊണ്ടെന്താ 3-3.5 വർഷമായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴും ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. ആവശ്യത്തിന് വ്യൂവേഴ്സ് ഉണ്ട്. നമ്മുടെ ചാനലിൽ ദിവസം ആളുകൾ കയറുന്നുണ്ട്. ലെങ്തി ചാനലാണ്, അതുകൊണ്ട് സ്പീഡുള്ള ആളുകൾ കയറുന്നില്ല. പക്ഷേ ഇതൊരു പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നവർ കയറും. ഓരോ അറിവിൻ്റെ എന്തെങ്കിലും ഒരു ധൂളി ആയിട്ടാണ് ഓരോ ചാനലും ഓരോ പ്രോഗ്രാമും വരുന്നത്. തീർച്ചയായിട്ടും അത് സുസൂക്ഷ്മം നിരീക്ഷിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ അത് ഉപോത്ബലകമാകും. നമുക്കറിയാം, ഒരു സാധാരണ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? അന്നുള്ള രാഷ്ട്രീയക്കുള്ള പണിയൊക്കെ എടുക്കും, കുറേ നുണ പറയും, കുറേ കുശുമ്പ് പറയും, കുറേ വഴക്ക് പിടിക്കും, പിന്നെ കുറേ സ്നേഹിതരെ പിണക്കും, കുറേ സ്നേഹിതരെ ആർജിക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ധാരാളം ഫ്രണ്ട്സാണ്, കോളേജിലൊക്കെ വരുമ്പോൾ ലിമിറ്റഡ് ഫ്രണ്ട്സാകും, PGക്കൊക്കെ പോകുമ്പോൾ അതിലും കുറച്ച് ഫ്രണ്ട്സാകും, സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പം എല്ലാവരുമായിട്ട് മിണ്ടുമെന്നല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നീട് അങ്ങോട്ട് ക്രിയേഷൻ ഇല്ല, കുറവാണ്. നമുക്ക് പ്രായം കൂടുന്തോറും ഫ്രണ്ട്സെല്ലാം ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് പോകും. അവസാനം നിങ്ങൾ ഡിയർ ടു നിയറെ കാണത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്ര തന്നെ പ്രകോപിപ്പിച്ചാലും എത്ര തന്നെ വഴക്കിട്ടാലും ഒരു പ്രായം കഴിഞ്ഞവർ താങ്കളുടെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തരുത്. ചിലർ നിസ്സാര കാര്യം മതി, അവൻ വരാമെന്ന് പറയുന്ന സമയത്ത് വന്നില്ല, പിന്നെ അവനോട് മിണ്ടത്തില്ല. എൻ്റെ പൊന്ന് സ്നേഹിത, നിങ്ങൾക്ക് അതുപോലെ സുഹൃത്തിനെ പിന്നെ കിട്ടത്തില്ല. 70 വയസ്സുള്ള ആൾക്ക് 69കാരനെ കൂട്ടുകാരനായിട്ട് കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ ഓർത്തോണം, അതിനകത്ത് എന്തോ സംതിങ് റോങ്. അത് സ്വാഭാവികമായും 70കാരായിരിക്കും, അല്ലെങ്കിൽ മുകളിലോട്ടുള്ളവരായിരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക. പിന്നെ വർത്തമാനം പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണെന്ന് വിചാരിക്കരുത്. ഒരു പ്രായമുള്ള ആളല്ലേ, ഒരു ബഹുമാനിച്ചേക്കാം ഹായ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഗുഡ് മോർണിംഗ്. നമ്മളെ ബൈബിളിൽ പറയുന്നുണ്ട്, ഉത്തമനായൊരു സുഹൃത്തിനെ ലഭിക്കുന്നവൻ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് ലഭിക്കുന്നതിനേക്കാൾ ഉചിതമായിരിക്കും അതെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ സമ്പത്ത് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ പ്രായം നോക്കണം. എൻ്റെ ചാനൽ ശ്രമിക്കുന്നത് 20 വയസ്സുകാർ, 15 വയസ്സുകാർ, 10 വയസ്സ്, എല്ലാവരും ഉണ്ട്, എല്ലാ റേഞ്ചും ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, യാതൊരു കാരണവശാലും സൗഹൃദ ബന്ധം നശിപ്പിച്ച് കളയരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സൗഹൃദം ഒഴിവാക്കരുത്. അങ്ങനെ ഒഴിവാക്കിയാൽ പിന്നെ നിങ്ങൾ അങ്ങനെ ഒഴിവാക്കപ്പെട്ട് ഒന്ന് എഴുതി വെച്ച് നോക്കൂ. നിങ്ങളങ്ങനെ ചെറിയ കാരണം കല്യാണം വിളിച്ചില്ല, അല്ല ഞാൻ വിളിച്ച കല്യാണത്തിന് വന്നില്ല, അല്ലെങ്കിൽ എന്നെ ഇന്നടുത്ത് വെച്ച് കണ്ടു മിണ്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ വ്യഗ്രതയിൽ ജീവിക്കുന്ന ഒരാളാണ്. വളരെ തിരക്കിട്ട് പല കാര്യങ്ങളും ഒരേപോലെ കൈകാര്യം ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുന്ന ആളാണ്. ചിലപ്പം വണ്ടി ഓടിച്ച് പോകുമ്പോൾ അടുത്ത സുഹൃത്തിനെ കണ്ടില്ലെന്ന് വരാം, പക്ഷെ അവൻ പിന്നെ പരിഭവം പറയണം, എൻ്റെ പൊന്നോടെ ഞാൻ കണ്ടില്ല. അതുപോലെ ഞാൻ ഓഫീസിലായിരുന്നപ്പോഴേ എൻ്റെ ജോലിയും ഭയങ്കര കോൺസെൻട്രേഷൻ. കാരണം ഈ ആരെഴുതിയെന്ന് പറഞ്ഞാൽ ക്ലർക്ക് എഴുതി, സൂപ്രണ്ട് കണ്ടു, ഹെഡ് ക്ലർക്ക് കണ്ടു, ഹെഡ് അക്കൗണ്ടൻറ്റ് കണ്ടു, സൂപ്രണ്ട് കണ്ടു, അസിസ്റ്റൻറ്റ് സെക്രട്ടറി കണ്ടു, സെക്രട്ടറി കാണുക. ഇതൊക്കെയാണെങ്കിലും ഓൾ ഓവർ സൂപ്പർവിഷൻ. ഇത് ലൈബിലിറ്റി വരുന്ന സർക്കാർ നിയമം അനുസരിച്ച് ലൈബിലിറ്റി വരുന്ന ചെക്കപ്പെടുന്നതാക്കാം. അയാൾ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചിരിക്കണം എന്നാണ് ആക്ട് പറയുന്നത്. അപ്പോൾ നമ്മളത് നോക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അങ്ങനെ എന്തുമാത്രം ഫയലുണ്ട് നോക്കാൻ. ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മുറി കയറുമെന്ന് ഞാൻ പലപ്പോഴും അറിയാറില്ല. ഒരിക്കലും എൻ്റെ ഒരു ഓഫീസർ കയറുമെന്ന് മേശയിൽ അടിച്ചപ്പോഴാണ് ഞാൻ തല പൊക്കി നോക്കുക. അമ്പ്രാവ് സാറേ ചാടിയത്.
എന്നുവെച്ചാൽ അങ്ങനെയാണ്. അപ്പം ചില കൂട്ടുകാർ വിചാരിക്കും അവൻ അഹങ്കാരിയാണ്, അവൻ ധിക്കാരിയാണ് എന്നൊക്കെ പറയും. പക്ഷെ സത്യം അതല്ല. ഓരോരുത്തർക്ക് അവരവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അപ്പം അത് വിട്ടുവീഴ്ച ചെയ്യുക. പിന്നെ പൈസ കടം മേടിച്ചു തന്നില്ല, അത് പിണങ്ങാനൊരു കാരണമാക്കരുത്. അവനില്ലാത്തതുകൊണ്ടാണ് തരാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് സാരമില്ല, ഞാൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് അത് ഫ്രണ്ട്ഷിപ്പിനെ നശിപ്പിക്കാൻ ഇടവരുത്തരുത്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ഞാൻ എൻ്റെ സ്വഭാവത്തിൽ എത്ര വലിയ പിണക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആ പിണക്കം വിട്ട് വീണ്ടും സ്നേഹിക്കും. അപ്പോൾ പലർക്കും അറിയാം. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ എൻ്റെ ഓഫീസറായിട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ക്ലർക്കും. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതിൽ ഒരു ഹെഡ് അക്കൗണ്ടൻറ്റും ഒരു ക്ലർക്കും എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അവർ തമ്മിൽ എന്തോ പറഞ്ഞ് ഭയങ്കര വഴക്ക്. ശബ്ദം കൂടി വന്ന അവസാനം എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റാതെ ഞാൻ ഇടപെട്ടു. ഞാൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ ചെന്ന് 2 പേരെയും ശാസിച്ചു, നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞ് നിർത്തിച്ചു. അത് ഞാൻ എൻ്റെ ജോലിയിൽ മുഴുകി, ഞാൻ എൻ്റെ കാര്യം ഞാൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. മനുഷ്യർ കേൾക്കാതിരിക്കാൻ അത് സൈലൻ്റ് ആക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിറ്റേ ദിവസം വന്നു. ഞാൻ വന്നാൽ എൻ്റെ എല്ലാ ജീവനക്കാർക്കും ഗുഡ് മോർണിംഗ് പറയാം. എൻ്റെ ഒരു ശീലം. അത് പിയൂണാകട്ടെ, സ്വീപ്പറാകട്ടെ, ഡ്രൈവറാകട്ടെ, ക്ലർക്കാകട്ടെ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആകട്ടെ, ആർക്കാണെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് പറയും. എൻ്റെ രീതി അതാണ്. അപ്പം അത് കഴിഞ്ഞ് ഓഫീസേഴ്സ് മീറ്റിംഗ് വിളിക്കും. ഹെഡ് അക്കൗണ്ടൻറ്റ് മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കൂടി ഞങ്ങൾ ആലോചിക്കുക അന്ന് എന്ത് ചെയ്യണം. അങ്ങനെ ഓരോ ഇമ്പോർട്ടൻറ്റ് ഫയലുകളെ പറ്റിയൊക്കെ എന്നിട്ടാണ് ജോലി തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴേ ഹെഡ് അക്കൗണ്ടൻറ്റ് എന്നെ നോക്കി ചിരിച്ചു. ഒരു പ്രത്യേക ചിരി. എന്നിട്ട് എൻ്റെ മുറിയിലേക്ക് വരാൻ സ്വാതന്ത്ര്യമുണ്ട്. വന്നു. സാറേ, ഇന്നലെ മുഴുവൻ സാറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് ഞാൻ ചായല്ല. ഇന്നലെ ഞാനും ഇന്നയാളുമായിട്ട് വഴക്കുണ്ടായപ്പം സാറ് വന്ന് ഞങ്ങൾ 2 പേരെയും വഴക്ക് പറഞ്ഞു. സാറിനെ ഞങ്ങൾ അത്ര ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് സാറിനോട് എനിക്ക് അത്ര ദേഷ്യമായി. എന്നാ ചെയ്യണം എന്നാ ഇന്നലെ മുഴുവൻ ആലോചിച്ചു. ഞാൻ തീരുമാനിച്ചോ എന്നാ ചെയ്യേ? ഇല്ല, സാറിൻ്റെ രാവിലത്തെ ചിരിയും ഗുഡ് മോർണിംഗ് കേട്ടപ്പോൾ അതെല്ലാം അലിഞ്ഞു പോയി. ഇന്നും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു തന്നത്, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ സൗഹൃദ ബന്ധം മുറിച്ച് കളയരുത്. എനിക്കിപ്പം 65 വയസ്സായി. ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഒരു 60കാരൻ എന്നോട് കൂട്ടുകൂടാനൊന്നും വരത്തില്ല. ഇപ്പം ഞാനിപ്പം പെൻഷനേഴ്സ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ആളുകൾ വരും. പക്ഷേ അതൊന്നും ഒരു സൗഹൃദമല്ല, ഒരു ഔപചാരികത മാത്രമാണ്. അങ്ങനെ കരുതാവൂ. എന്ന് വെച്ചാൽ അത്യത്ഭുതകരമായി ചിലപ്പോൾ 1-2 ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അതൊക്കെ കുറവാണ്. അപ്പം ഞാൻ ആരെയും പിണക്കാറില്ല. ഇനി എന്നോടൊരാൾ പിണങ്ങിയിരുന്നാൽ ഞാൻ ചെന്ന് വർത്താനം പറയും. എന്താണ് ആകെപ്പാടെ കുറച്ച് കാലമുള്ള ജീവിതത്തിൽ അങ്ങനെ പിണങ്ങിയിരിക്കാനൊക്കെ പറ്റുമോ? പിണങ്ങാൻ പറ്റുമോ? ദേഷ്യം വരും, വർത്താനം പറയും, ഞാനും പറയും, എന്നെയും പറയും. അത് കഴിഞ്ഞു. ആ ഫ്ലൈറ്റ് അവിടെ ക്ലോസായി. ഓക്കെ. എനിഹോ, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, സുഹൃത്തുക്കളെ നമ്മൾ നശിപ്പിക്കരുത്. രണ്ടാമത്, ഗൂഢ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ ചിലരുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ നേടിയെടുത്ത ഖ്യാതിയെല്ലാം അവസാനം ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ചെയ്തി കൊണ്ടോ നശിപ്പിച്ചിട്ട് അവർ സമൂഹത്തിൽ ഒന്നുമല്ലാതായി തീരുന്നവരുണ്ടല്ലോ. ഒത്തിരി പേരുണ്ട് കേരളത്തിൽ, അമ്മേനെ പറയാം. കാരണം അവരുടെ പ്രവൃത്തികളെല്ലാം ഒരു ചെറിയ സംഭവത്തിൻ്റെ പേരിലെല്ലാം നശിച്ചു. അതുകൊണ്ട് അത് നേടിയെടുത്ത ഖ്യാതിയും അറിവും വിജ്ഞാനമൊക്കെ താങ്കളുടെ ചെറിയ ചെറിയ ചിന്തകൾക്ക് വേണ്ടി നശിപ്പിച്ച് കളയരുത്. കീപ്പ് ഇറ്റ് അപ്പ്. പിന്നെ ബി പോസിറ്റീവ് ഓൾവേസ്. എല്ലാവരെയും സ്നേഹിക്കാനും നന്മ ചെയ്യാനും ഒക്കെ ഒരു മനസ്സ് വളർത്തിയെടുക്കുക. ഓക്കെ. ഞാനിപ്പോൾ ഒരു മിഷനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. മിഷൻ പ്രവർത്തനം, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം പീഡനങ്ങളും ബുദ്ധിമുട്ടൊക്കെ അറിയാൻ വേണ്ടിയാണ്, ത്യാഗം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് സൂചിച്ച് ജീവിച്ചിട്ടുണ്ടായി. ദൈവം സഹായിച്ച് നമുക്ക് ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ അങ്ങനെ ജീവിച്ച് നമ്മൾ സ്വർഗത്തിൽ പോകാൻ ഇച്ചിരി പാടാണ്. അപ്പം നന്മകൾ ചെയ്യുന്നുണ്ട്, സാധ്യമായത്ര
ആളുകളെ കൂട്ടുപിടിക്കുന്നുണ്ട്, അവരെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നുണ്ട്, നന്മയിലേക്ക് നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ ചെയ്തികളും അങ്ങനെ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ഒരല്പം സുവിശേഷം അത് നമ്മൾ ഇത് മിഷൻ പ്രവർത്തനം നടത്തണമെന്നൊരാഗ്രഹം മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വിഷയം പോയേക്കാം, ദൈവം അനുഗ്രഹിച്ച. ഓക്കെ, എനിഹോ ബി എ പോസിറ്റീവ് ജെൻറ്റിൽമാൻ ഓൾവേസ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ആകാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ബി പോസിറ്റീവ്, ദാറ്റ് ഈസ് മൈ അഡ്വൈസ് ഫോർ യു ഓൾ. ഒരുമാതിരി അസുഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മസിൽ പെയിൻ ഒന്നും വരത്തില്ല. മനസ്സിൽ കുശുമ്പുമില്ല, മനുഷ്യരെ സ്നേഹിക്കാൻ തുടങ്ങിയ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹായ് ഹായ്.